എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3 ദിവസത്തെ ചെറിയ സന്തോഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ഡിസംബർ 13-ാം തീയതി ഞാൻ മാർട്ടിൻ്റെ ബർത്ത്ഡേ ആണ് 14-ന്. അപ്പം ഫാസിയോയിൽ പോയി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫാസിയോയിൽ പോയതാണ്. അപ്പോൾ അവിടെ അതൊരു പുതിയ ഷോപ്പാണ് കേട്ടോ. തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷനും പൂർണ്ണത്രേശ അമ്പലത്തിനും ഇടയിലായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത 149 to 999 ആണ് പ്രൈസ് റേഞ്ച്. അപ്പം നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണ് അതിലുള്ളത്. പിന്നെ ഇഷ്ടംപോലെ സെലക്ഷനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് 3 ഫ്ലോറായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ ജെൻസിനുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ഷർട്ടും ഒരു ടീഷർട്ടും വാങ്ങിച്ചു. മാർട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജിയാക്കുട്ടിക്ക് ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന്, ഡാഡിയുടെ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ഡേ ആണെന്നുള്ളൊരു ചിന്ത വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ മാർട്ടിനെ ഓഫീസിലൊക്കെ വിട്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് എറണാകുളം വരെ ഒന്ന് പോകണമായിരുന്നു. ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ബസ്സിനാണ് പോയത്. അപ്പം ബസ്സിൽ ഇടയ്ക്കൊക്കെയല്ലേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തു ബ്രോഡ്വേയിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ മേത്തർ ബസാറിൻ്റെ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പൈസയ്ക്ക് നമുക്ക് വാങ്ങിച്ചെടുത്ത് പോരുകയും ചെയ്യാം കേട്ടോ. അത് വളരെ ഭംഗിയായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലും ഇതെല്ലാം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇതിനു മുൻപ് ബ്രോഡ്വേയിലൊക്കെ ചെല്ലുന്ന സമയത്തൊന്നും ഇതുപോലത്തെ ഐറ്റംസ് സെയിൽ ചെയ്യുന്ന ഷോപ്പുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ക്രിസ്മസിൻ്റെ സമയമായപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു, പക്ഷേ ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്രാവശ്യം കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാർസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ലൈറ്റ്സൊക്കെ ആണെങ്കിലും എല്ലാം കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ഐറ്റംസ് ആണ് കേട്ടോ. ഇത്രയും നാളും ഞാൻ ഈ റീത്ത് പോലെയുള്ളത് മാത്രമാണ് കണ്ടിരുന്നത്, പക്ഷേ ഈ പ്രാവശ്യമാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതൊക്കെ കാണുന്നത്. നമ്മുടെ ക്രിസ്മസ് ട്രീയിലും ഡെക്കറേഷനും ഒക്കെ വേണ്ടിയായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് പൈസയുടെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെയും നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ ഞാൻ ജിയാക്കുട്ടിക്ക് ഒരു ടോയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ബൗൾസൊക്കെ വാങ്ങി.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ബസ്സിന് തന്നെയാണ് പോകുന്നത് കേട്ടോ. ബസ്സിന് വന്നു ഞാനിതാ വി മാർട്ടിലേക്കാണ് പോകുന്നത്, തൃപ്പൂണിത്തറ. നമ്മുടെ എസ് എൻ ജംഗ്ഷനും വടക്കേക്കോട്ട ജംഗ്ഷനും ഇടയിലുള്ള വി മാർട്ടിൽ അവിടെ കയറിയപ്പോൾ ചക്ക ഇരിക്കുന്ന കണ്ടു. എൻ്റെ കണ്ണിൽ വല്ലാതെ അങ്ങ് പെട്ടുപോയി, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ മമ്മിയോടും അമ്മയോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ വലിയ അതിശയത്തോടെ ഇത് കേൾക്കുന്നത്. ഇവിടുന്ന് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി കേട്ടോ, ഇതുപോലെ ഉള്ള ചീനിച്ചട്ടികളും ഒക്കെ നോക്കി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാൻ മേടിച്ചില്ല കേട്ടോ, നമുക്കിപ്പോൾ ആവശ്യത്തിനുണ്ടല്ലോ, ജസ്റ്റ് എല്ലാം കണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസിയെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെയുള്ള നല്ല കേട്ടോ. എനിക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു മേടിക്കേണ്ടത്, അതൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ കടയിൽ കയറുതല്ലേ, അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ എന്താ പറയുന്നത്, കണ്ട് ഷോപ്പിംഗ് നടത്തണമല്ലോ. അപ്പോൾ ഇവിടെയും കുറേ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് ഇച്ചിരി കൂടുതൽ തന്നെയായിരുന്നു കേട്ടോ, കാരണം ഇത് സൂപ്പർ മാർക്കറ്റും മറ്റത് ഹോൾസെയിൽ ഷോപ്പുകളും അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ എന്താ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, ബില്ലുമൊക്കെ പേ ചെയ്തു, നമ്മളവിടെ നിന്ന് തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.